അറിയാമല്ലോ. രണ്ടാമത്തത് അങ്ങനെ അത് എന്താ പറയാ, ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. എവിടെ പോയി നിന്ന് കഴിഞ്ഞാലേ ചില സ്ഥലത്തൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പറയാനും സംസാരിക്കാനൊക്കെ കുറച്ച് ബാക്കിലോട്ടാണ്. ആ സമയത്തൊക്കെ അതൊന്ന് ഡീൽ ചെയ്തോളൂ. അതിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. പിന്നെ എന്തെങ്കിലും വള്ളി ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ അത് നമ്മളൊന്ന് സോൾവ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി അത് അതും ഋഷിച്ചാൻ ഇഷ്ടപ്പെടാൻ എന്താ കാരണം? ഇഷ്ടപ്പെടാനുള്ള കാരണം എനിക്കറിയില്ല. പക്ഷേ അല്ല, ഋഷിന് നല്ല ക്ഷമയുണ്ട്. ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊക്കെ പറയുന്ന രീതിയിൽ എക്സ്ട്രീം ക്ഷമയുള്ള ഒരു മനുഷ്യനാണ്. ഓക്കെ, ഋഷിക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താണ്? മന്തിയും ബിരിയാണി. ഇതാണോ? ആ, അത് കറക്റ്റാണ്. ഇഷ്ടപ്പെട്ട കളർ ഏതാ? ഡ്രസ് കോഡ് മൈക്കിപ്പോ കളർ എനിക്കറിയില്ല കേട്ടോ. കളറില്ല. ഓക്കെ, അതുകൊണ്ട് ഇഷ്ടപ്പെട്ട കളർ ബ്ലൂ. ബ്ലൂ ബ്ലൂ ആണോ? സ്പെസിഫിക് കളർ ഇല്ല. ഓക്കെ, ഓരോ നമ്മൾ സ്പെസിഫിക് കളർ ഇഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഓരോ കാര്യത്തിനും അതിൻ്റെതായ കളറിനാ ഭംഗി. മനസ്സിലായില്ലേ? അപ്പൊ ആകാശത്തിന് നീലയാണ്, മനസ്സിലായി? അപ്പൊ ആകാശത്തിന് നീലയാണ്. അപ്പൊ ഈ ഒരു ഇപ്പൊ ഇതൊക്കെ മനസ്സിലായില്ലേ, ഒരു വൈബ് മനസ്സിലായില്ലേ? ഇനി ബാക്കി കാണണമെങ്കിൽ അവിടെ ഒരു വീഡിയോ പോരും. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ? റെഡിയാണോ ഏട്ടാ? റെഡിയാണോ വിഷ്ണു? അതെ, അതിലാണോ? എല്ലാവരും ആകെ കൺഫ്യൂഷനിലാണോ? ആകെ ഒന്ന് കൺഫ്യൂഷൻ ആയിരുന്നു. എടാ ഋഷി, നീ പറഞ്ഞതല്ലേ? ഓക്കെ ഋഷി, നമുക്ക് എല്ലാവർക്കും ഫ്രണ്ടിലിരിക്കാം. അത് ശരിക്കുള്ള ഞാനല്ല കേട്ടോ. എന്റെ ധൈര്യം സമ്മതിക്കണം. ആദ്യമേ ജാമ്യം എടുത്തു ഋഷി. സൗണ്ട് ഇതൊക്കെ ചെറുത്. ഇനി ആയുധം കൊണ്ടുള്ള കളിയാണ്. നെക്സ്റ്റ് വല്ലവനും പുല്ലും ആയുധം എന്ന് പറയുന്ന പോലെ